യെസ്. ഹലോ. ഓക്കെ. സോ നമ്മൾ ഇനി ഒരു എന്താണ് കുറച്ചും കൂടെ ടഫായിട്ടുള്ള ടോപ്പിക്സിലേക്ക് പോവാം. അമ്മേ ആ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഓട്ടോമേഷനാണ്. ഓക്കെ. ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും എന്താണ് ഓട്ടോമേഷൻ എന്നുള്ളത്, അല്ലേ? എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ അതിനകത്ത് കൺസിഡർ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ഹ്യൂമൻ ഇൻ്റർവെൻഷൻസ് എന്താണ് മാക്സിമം കുറച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ എഫേർട്സ് മാക്സിമം കുറച്ചുകൊണ്ട് നമ്മളൊരു ആക്ടിവിറ്റി വളരെ എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ടൊരു ആക്ടിവിറ്റി നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഓട്ടോമേഷൻ എന്ന് പറയാം. മനസ്സിലാകുന്നുണ്ടോ? ദാറ്റ് മീൻസ് നിങ്ങളൊരു ഒരു ടാസ്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇടുന്ന ഒരു എഫേർട്ട് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ 3 to 4 hours നിങ്ങൾ ഇടുന്ന ഒരു എഫേർട്ട്, പിന്നെ ഓട്ടോമേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മാക്സിമം ഒരു 5 to 10 minutes എടുക്കുമ്പോൾ തന്നെ ഈ ഒരു 3 to 4 hours റെപ്പറ്റേറ്റീവ് ടാസ്കുകൾ നിങ്ങൾക്ക് ലൈക്ക് വളരെ പ്രൊഡക്റ്റീവായിട്ട് എറേഴ്സ് കുറച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഓട്ടോമേഷൻ എന്ന് പറയാം. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഓട്ടോമേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ? ക്ലിയർ അല്ല? ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയില്ലേ എന്താണ് ഓട്ടോമേഷൻ? റെപ്പറ്റേറ്റീവ് ടാസ്കുകളെ മാനുവൽ എഫേർട്സ് കുറച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? എന്ന് പറഞ്ഞാൽ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് മാനുവൽ എഫേർട്സിനെ കുറച്ച് നമ്മളുടെ ഈ പറയുന്ന ഹ്യൂമൻസിന്റെ ലൈക്ക് ഇന്റർവെൻഷൻസ് മിനിമൽ ആക്കിക്കൊണ്ട് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് ക്വാളിറ്റി ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ നമുക്ക് ഓട്ടോമേഷൻ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന എൻ്റെ സ്ക്രീൻ എന്ന് പറയുന്നത് നമ്മുടെ N8-ൻ്റെ ഡാഷ്ബോർഡാണ്. സോ ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒരു നോർമൽ എന്താണ് ഒരു ഓട്ടോമേഷൻ ബിൽഡ് ചെയ്തതാണ്. ഇപ്പം നമ്മളിതെല്ലാം ജസ്റ്റ് പഠിക്കും. നിങ്ങൾക്ക് ഫസ്റ്റിലെ തന്നെ ഞാൻ N8-ൻ്റെ എടുത്ത് വെച്ച് ചെയ്യാൻ പോവല്ല. ഞാൻ ഇതിൻ്റെ അകത്ത് ഒരുപാട് ലൈക്ക് എന്താണ് ഫോർ എക്സാമ്പിൾ ഒരു ഇനിഷ്യൽ ഇത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഇത് നിങ്ങൾ ഇപ്പോഴേ അറിയേണ്ട കാര്യമില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ. ഇതെന്ന് പറഞ്ഞാൽ നോട്ട്സ് ആണ്. മനസ്സിലായി? ഡിഫറെൻറ്റ് നോട്ട്സ് ആണ്. നമ്മളെപ്പോഴും ഒരു വർക്ക് ഫ്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് മൾട്ടിപ്പിൾ നോട്ട്സ് ഉണ്ടാവും. മനസ്സിലായി? ഞാൻ ഇനിഷ്യലി പറയേണ്ട കാര്യമില്ലെങ്കിലും ഞാനിപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മെമ്മറി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു ചാറ്റ് മോഡലിനെ ഞാനിവിടെ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഞാൻ ഓപ്പൺ AI കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ചാറ്റ് ചെയ്യുന്നില്ലേ, ഈ ഒരു ഫീച്ചർ ഞാൻ ആഡ് ഓൺ ചെയ്ത് ഇതിലാണ്. ദെൻ ഞാൻ അതിനൊരു AI ഏജന്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. AI ഏജന്റിൽ നിന്നാണ് ഈ പറയുന്ന ഓപ്പൺ AIയും അതുപോലെ ഒരു മെമ്മറിയും ദെൻ അതിൻ്റെ അകത്തുനിന്ന് ഒരു ടൂള് യൂസ് ചെയ്ത് ഞാനൊരു Gmailഉം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ, ഞാൻ ആർക്കെങ്കിലും മെസ്സേജ് അയക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കറക്റ്റായിട്ട് മെസ്സേജ് ഡ്രാഫ്റ്റ് ചെയ്ത് ആർക്കാണോ അയക്കേണ്ടത് അവർക്ക് അയക്കും. മനസ്സിലായോ? ഇതാണ് പ്രോസസ്സ്. ഇതാണ് ഞാനിപ്പോൾ ഇവിടെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഡെമോ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ പറയാണ് I want to send an email to bschool@codestarts.com. bschool@codestarts.com. I want to send an email to bschool@codestarts.com. So prepare a detailed email on the effort you are putting into training students for affordable pricing and the training program that you are providing, like AI for everyone, vibe coding, then meta ads, then Google ads are really excellent. So I want to thank you for that. Prepare a detailed email on the effort of putting the training students. Okay. Providing AI for everyone. AI. Okay. AI for everyone, vibe coding, then meta ads and Google ads. They are really excellent. So I want to thank you for that. Okay. ഞാൻ അതിൻ്റെ ഒരു മെയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെയിൽ ഇവിടെ പ്രിപ്പയർ ചെയ്യും. ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മെയിൽ ID ആണ് ഞാനിവിടെ കണക്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് CEO@codestarts എന്ന് പറയുന്ന മെയിലിൽ നിന്നായിരിക്കും മെയിൽ പോകുന്നത്. മനസ്സിലായല്ലോ? എന്ന് പറഞ്ഞാൽ ഈ മെമ്മറി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു 2-3 ചാറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, നമ്മൾ പണ്ടയച്ചൊരു മെയിൽ ഓർമ്മയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനായിട്ട് പുള്ളിക്ക് ഇവിടെ ഓർമ്മ ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് ഞാൻ മെമ്മറി ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോന്നിനും ഓരോ പർപ്പസ് ഉണ്ട്. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? അപ്പോൾ ഞാനിവിടെ മെയിൽ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ സീ ഹിയർ ഒരു മെയിലാണിത്. നോക്കിയാൽ ട്രെയിനിങ് ഫോർമാറ്റ്, ഗൂഗിൾ ആഡ്സ്, ജസ്റ്റ് എന്തൊക്കെയോ ഡീറ്റെയിൽസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. സെൻഡ് ഇമെയിൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഇമെയിൽ അങ്ങ് സെൻഡ് ചെയ്യും. സെൻഡ് ഇമെയിൽ എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ.
ഇമെയിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വർക്ക് ഫ്ലോ ഒന്നുകൂടെ ആക്റ്റീവായിട്ട് ജസ്റ്റ് ഇവിടെ സെൻഡ് ഇമെയിൽ, ഇവിടെ സെൻഡ് എ മെസ്സേജ് ഇൻ ജിമെയിൽ എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ടിക്ക് വീഴുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എന്താണ് വർക്ക് ഫ്ലോ കംപ്ലീറ്റ് ആയെന്ന് നമുക്ക് പറയാം. മനസ്സിലായല്ലോ? സെൻഡ് ഇമെയിൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. സോ അത് ഓൾമോസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ആയിട്ട് യെസ് സെൻഡ് ഇമെയിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ പോയി. കണ്ടോ? ഇമെയിൽ സെൻഡ്, വുഡ് യു ലൈക്ക് മീ ടു ആഡ് യുവർ നെയിം ആൻഡ് കോൺടാക്ട് ഡീറ്റെയിൽസ്, യുവർ സിഗ്നേച്ചർ ഓർ സെൻഡ് എനി ഫോളോ അപ്പ് മെസ്സേജസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഞാനിപ്പോൾ അയച്ച മെയിൽ പോയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നമുക്കൊന്ന് റീഫ്രഷ് ചെയ്യാം. താങ്ക് യു. ഓവർവ്യൂ ഓഫ് ദ കണ്ട ഞാനിപ്പോൾ അയച്ച മെയിലാണ് ഈ വന്നിരിക്കുന്നത്. ഓവർവ്യൂ ഓഫ് അഫോർഡബിൾ സ്റ്റുഡൻറ്റ് ട്രെയിനിങ് പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു സാധനം ഒന്ന് നമ്മൾ ജസ്റ്റ് ഒരു ടെസ്റ്റ് ചെയ്യാൻ കാണിച്ചതാണ്. സോ നോ വരീസ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഇതൊരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഓട്ടോമേഷനാണ് അല്ലേ? ഈ ഒരു ചാറ്റിൽ എനിക്കിപ്പോൾ ഇത് വേണമെങ്കിൽ പബ്ലിഷ് ചെയ്യാം. പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിത് വേണമെങ്കിൽ എപ്പോഴും N8 അകത്ത് വലിഞ്ഞു കയറേണ്ട കാര്യമില്ല. ഇതിനൊരു പർട്ടിക്കുലർ URL ഉണ്ടാവും. ആ URL എനിക്ക് മൊബൈലിലാണെങ്കിലും യൂസ് ചെയ്യാം. സോ അതിലൊന്നും ഇഷ്യൂസ് ഒന്നും ഇല്ല. മനസ്സിലായല്ലോ? അപ്പോൾ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ എനിക്ക് റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണെന്ന് വിചാരിക്കും. എനിക്കൊരു മെയിൽ വന്നു, ആ മെയിലിൽ ഒരു റിപ്ലൈ കൊടുക്കണമെങ്കിൽ പോലും എനിക്ക് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രോംപ്റ്റ് കൊടുത്താൽ മതി. അല്ലെങ്കിൽ വേറൊരാൾക്ക് എനിക്ക് മെയിൽ അയക്കണമെന്ന് വിചാരിക്കാം. ഞാൻ ജസ്റ്റ് കോൺടാക്സ്റ്റ് മാത്രം ഒന്ന് കീപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് മെയിൽ വയ്ക്കുള്ളൂ. മനസ്സിലായി? അപ്പോൾ ഇത് ജസ്റ്റ് ഒരു നോർമൽ ഓട്ടോമേഷനാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യാനുണ്ട്. മനസ്സിലായല്ലോ? ഓക്കെ. സോ നമ്മൾ ഇനിയിപ്പം ഓട്ടോമേഷൻ്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഓട്ടോമേഷൻ ഇത്രയേ ഉള്ളൂ. നോർമലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകൾ, ഒരുപാട് ടൈം എടുത്ത് ചെയ്യുന്ന ടാസ്കുകൾ, അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഹ്യൂമൻ ഇൻ്റർവെൻഷൻസ് അല്ലെങ്കിൽ ഹ്യൂമൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കുറച്ചുകൊണ്ട് മാക്സിമം റിസൾട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ്, അത് മിനിമം ടൈമിങ്ങിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയല്ലോ. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഫാക്ടേഴ്സ് നമുക്ക് ഇതിൻ്റെ അകത്ത് പഠിക്കാം. വാട്ട് ഈസ് API, വെബ് ഹുക്ക് എന്താണ്, അല്ലെങ്കിൽ ഈ പറയുന്ന N8 അകത്ത് തന്നെ നമുക്ക് ഒരുപാട് പാരാമീറ്റേഴ്സ് ഒരുപാട് ഓരോ ഓപ്ഷൻസ് നമുക്ക് അറിഞ്ഞിരിക്കണം. നോഡ്സ്, ട്രിഗർ നോഡ്, അല്ലെങ്കിൽ ആക്ഷൻ നോഡ് എന്താണ്, പാരാമീറ്റേഴ്സ് എന്താണ്, ഐറ്റംസ് എന്താണ്, അങ്ങനെ ഒരുപാട് ടെക്നിക്കലി നമുക്ക് നോർമലി നമുക്ക് ഒരാൾക്ക് അറിയാത്ത കുറച്ച്, നമ്മൾ യൂസ്ഡ് അല്ലാത്ത കുറച്ച് ടേംസ് ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് പഠിക്കണം. അപ്പോൾ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു നോർമൽ ഒരു ഓട്ടോമേഷൻ നമുക്ക് ബിൽഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ബേസിക് സെഷൻ നമുക്ക് കംപ്ലീറ്റ് ആവുന്നതാണ്. സോ ഞാൻ വളരെ ഫ്രം ദ സ്ക്രാച്ച് ആയിരിക്കും ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാത്ത രീതിയിൽ ഐ വിൽ എക്സ്പ്ലെയിൻ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഓക്കെ. സോ നോ വറീസ്. താങ്ക് യു.